എന്നെ പറ്റി പോട്ടെ, എന്റെ പപ്പായെ പറ്റി, എന്റെ അമ്മയെ പറ്റി, എന്റെ മക്കളെ പറ്റി, എന്റെ കുടുംബക്കാരെ പറ്റി, വേറെ കുറെ അയൽപക്കംകാരുടെ വോയിസ് അതിടുന്ന ഒരു വ്ളോഗറാണ് അതിൽ വ്ളോഗർ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇവനെതിരെ ഒരു പരാതി എന്തായാലും കൊടുക്കണം തീരുമാനിച്ചാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. നേരിട്ട് പോയി കാണാം, എന്നിട്ട് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. ഈ ഒന്ന് കൂടെ മതി, എല്ലാം ഏറ്റോടാ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ആ ഒരു എന്തായാലും ആ പരാതി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. പിന്നെ ഇട്ടോണ്ടിരിക്കുകയാണ് അവന് വീഡിയോ ഇട്ടുണ്ട്. രേണു സുധി പേടിച്ചിട്ട് എനിക്ക് അതുലിനെ പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എംസണ്ണെ വെച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. നല്ല കുറെ നേതാക്കന്മാരും നല്ല കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. DYSP സാറ് തൊളിപ്പിക്കുകയും നമ്മൾ അവിടെ ചെന്ന കേസ് വീണ്ടും പരാതി കൊടുക്കുകയും ചെയ്തു. അത് ഇപ്പൊ എന്തായാലും നടപടികൾ ആയിട്ടുണ്ട്, അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ കേസിനെ പറ്റി പുറത്തുവിടാൻ പറ്റില്ല, കാരണം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്രയോ നാളായി ഞാൻ കാത്തിരിക്കുകയാണ്.